നമസ്കാരം. പുരാതന ഇതിഹാസങ്ങളുടെ മായാവിസ്മയത്തിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇവിടെ ഓരോ കഥയും ഉണരുമ്പോൾ ഭാരതത്തിൻ്റെ ദിവ്യമായ പുരാണങ്ങൾ നിങ്ങളുടെ മുന്നിൽ ജീവിക്കുന്നു. പാണ്ഡവരുടെ ധർമ്മവും കൗരവരുടെ അഹങ്കാരവും മുഖാമുഖം നിന്നപ്പോൾ ഒരു മഹാശക്തി രംഗപ്രവേശം ചെയ്തു. അവൻ അർജുനനേക്കാൾ ധീരനും ഭീമനേക്കാൾ ശക്തനുമായിരുന്നു. ദൈവങ്ങളുടെ അനുഗ്രഹം നേരിട്ട് കൈപ്പറ്റിയ യോദ്ധാവ്. അവൻ്റെ പേര് ബാർബരികൻ. ഇതൊരു ജനപ്രിയ ഫോക്ലോർ കഥയാണ്. ഇത് മഹാഭാരതത്തിൻ്റെ ചില പ്രാദേശിക പതിപ്പുകളിൽ പറയപ്പെടുന്നെങ്കിലും മഹർഷി വേദവ്യാസൻ എഴുതിയ യഥാർത്ഥ മഹാഭാരതത്തിൻ്റെ ഭാഗമല്ല. ബാർബരികൻ ഭീമന്റെ മകനായ ഘടോത്കച്ചിൻ്റെയും അവൻ്റെ ഭാര്യ മൗരവിയുടെയും പുത്രനായിരുന്നു. ഒരു ദിവസം അവൻ ഭഗവാൻ ശിവനെ അതീവ ഭക്തിയോടെ ആരാധിച്ചു. ദിവസങ്ങളോളം നിരാഹാരനായി ധ്യാനത്തിൽ മുഴുകി. അവൻ്റെ ഭക്തിയും ധൈര്യവും കണ്ട് ഭഗവാൻ ശിവൻ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി. ശിവൻ പറഞ്ഞു, മകനെ, നിന്റെ ഭക്തി എനിക്കിഷ്ടമായി. നീ യഥാർത്ഥ യോദ്ധാവാണ്. അപ്പോൾ ശിവൻ അവന് ദാനമായി നൽകി 3 അത്ഭുതകരമായ അമ്പുകൾ. ശിവന്റെ അമ്പുകൾ സാധാരണ ആയുധമല്ല. അവ ആയിരുന്നു അജേയമായ 3 അമ്പുകൾ. ആദ്യത്തെ അമ്പ് നശിപ്പിക്കേണ്ടവയെ അടയാളപ്പെടുത്തുമായിരുന്നു. രണ്ടാമത്തെ അമ്പ് രക്ഷിക്കേണ്ടവയെ അടയാളപ്പെടുത്തും. മൂന്നാമത്തെ അമ്പ് ആദ്യത്തെ അമ്പ് അടയാളപ്പെടുത്തിയവയെ നശിപ്പിച്ച് രണ്ടാമത്തെ അമ്പ് അടയാളപ്പെടുത്തിയവയെ മാത്രം രക്ഷിക്കുമായിരുന്നു. ശിവൻ ഈ അമ്പുകൾ കൊടുത്ത് അവനോട് പറഞ്ഞു, ഈ 3 അമ്പുകൾ നീ ധർമ്മത്തിനായി മാത്രം ഉപയോഗിക്കണം. അവ അന്യായമായ യുദ്ധത്തിനായി ഒരിക്കലും ഉപയോഗിക്കരുത്. ശിവന്റെ അനുഗ്രഹത്തിന് ശേഷം അവൻ അഗ്നിദേവനെ ആരാധിച്ചു. അവന്റെ അർപ്പണഭാവം കണ്ട് അഗ്നിദേവൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷനായി. അഗ്നിദേവൻ പറഞ്ഞു, ബാർബരിക, നീ ധർമ്മത്തിന്റെ തീയിൽ ദഹിക്കുന്നവനാണ്. ഞാൻ നിനക്ക് ഈ ദിവ്യധനുസ് നൽകുന്നു. ഇതുപയോഗിച്ചാൽ നീ യുദ്ധത്തിൽ ഒരിക്കലും തോറ്റുപോവില്ല. അങ്ങനെ അഗ്നിദേവൻ അവന് നൽകി വജ്രസമാനമായ ഒരു ദിവ്യവില്ല്. ഇപ്പോൾ ബാർബരികൻ അജയനായി. ശിവന്റെ 3 അമ്പുകളും അഗ്നിദേവന്റെ വില്ലും അവന്റെ കരങ്ങളിൽ ചേർന്നു. അവൻ ഭൂമിയിലെ അതിശക്തനായ യോദ്ധാവായി. അങ്ങനെ കാലം നീങ്ങി. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഘോഷം മുഴങ്ങി. ധർമ്മവും അധർമ്മവും മുഖാമുഖം നിൽക്കുന്ന നിമിഷം. ബാർബരികൻ യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ യുദ്ധത്തിൽ പോകുമ്പോൾ ദുർബലമായ വശത്തോടൊപ്പമാണ് നീ നിൽക്കേണ്ടത്. അവൻ വാഗ്ദാനം നൽകി, അമ്മേ, ഞാൻ ദുർബലർക്കായി മാത്രമേ പോരാടൂ. കൃഷ്ണൻ ബാർബരികന്റെ ശക്തിയെപ്പറ്റി കേട്ടപ്പോൾ അവനെ പരീക്ഷിക്കാനായി ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ എത്തി. അവൻ ചോദിച്ചു, മകനെ, നീ ഒറ്റയ്ക്ക് യുദ്ധത്തിൽ ഇറങ്ങിയാൽ യുദ്ധം തീരാൻ എത്ര സമയമെടുക്കും? ബാർബരികൻ ചിരിച്ചുകൊണ്ടു പറഞ്ഞു, 1 നിമിഷം മാത്രം. കൃഷ്ണൻ അത്ഭുതപ്പെട്ടുപോയി. കൃഷ്ണൻ അവനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. കൃഷ്ണൻ അവനോട് പറഞ്ഞു, ഈ വൃക്ഷത്തിലെ എല്ലാ ഇലകളെയും നിന്റെ അമ്പ് ഉപയോഗിച്ച് അടയാളപ്പെടുത്താൻ പറ്റുമോ? ബാർബരികൻ ധ്യാനിച്ചു. അമ്പ് വിട്ടു. മിന്നൽ പോലെ അമ്പ് പറന്നു. ഒരു ഇല പോലും വിട്ടുപോയില്ല. കൃഷ്ണൻ കാൽത്താഴെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ഇലയും അമ്പ് അടയാളപ്പെടുത്തി. കൃഷ്ണന് അപ്പോൾ മനസ്സിലായി, ഈ ബാർബരികൻ യുദ്ധത്തിലിറങ്ങിയാൽ അവൻ്റെ ഒപ്പമായിരിക്കും വിജയം. കൃഷ്ണൻ ചോദിച്ചു, നീ ഏത് വശത്തോടൊപ്പമായിരിക്കും യുദ്ധം ചെയ്യാൻ പോകുന്നത്? ബാർബരികൻ മറുപടി നൽകി, കൗരവരുടെ സൈന്യം വലുതാണ്. അതുകൊണ്ട് ഞാൻ ദുർബലമായ പാണ്ഡവരോടൊപ്പമായിരിക്കും യുദ്ധം ചെയ്യാൻ പോകുന്നത്. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പക്ഷേ നീ പോരാടുമ്പോൾ പാണ്ഡവർ ശക്തരാകും. അപ്പോൾ നീ എതിർവശത്തേക്ക് മാറും. അങ്ങനെ നീ ഇരുവശത്തെയും നശിപ്പിച്ചു കളയും. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, യുദ്ധം തുടങ്ങാറായി. ഒരു മഹാവീരന്റെ തല ദാനം വേണം. ബാർബരികൻ മടിയില്ലാതെ പറഞ്ഞു, എൻ്റെ തല തന്നാൽ മതിയോ കൃഷ്ണ? കൃഷ്ണൻ തലകുലുക്കി സമ്മതിച്ചു. ബാർബരികൻ തൻ്റെ തലം ദാനം ചെയ്തു. ധർമ്മത്തിനായി ജീവൻ സമർപ്പിച്ചു. മരണത്തിന് മുമ്പ് അവൻ അപേക്ഷിച്ചു, പ്രഭു, ഈ മഹായുദ്ധം എനിക്ക് കാണണമെന്നുണ്ട്. കൃഷ്ണൻ അവൻ്റെ തല കുരുക്ഷേത്രത്തെ നോക്കുന്ന ഒരു മലമുകളിൽ സ്ഥാപിച്ചു. അവിടെ നിന്ന് ബാർബരിക് മുഴുവൻ യുദ്ധവും കണ്ടു. യുദ്ധം അവസാനിച്ചപ്പോൾ കൃഷ്ണൻ പാണ്ഡവരോട് ചോദിച്ചു, യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്? അപ്പോൾ ആകാശത്തിൽ നിന്ന് ശബ്ദം മുഴങ്ങി. അത് ബാർബരിയുടെ തലയുടെ ശബ്ദമായിരുന്നു. ഞാൻ കണ്ടത് ആരും ജയിച്ചിട്ടില്ല. മുഴുവൻ യുദ്ധവും നിന്റെ ചക്രമാണ് നിയന്ത്രിച്ചത് കൃഷ്ണ.